Okay, good afternoon dear students. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യൂട്ടി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ് എന്നുള്ള കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് ചാപ്റ്ററാണ് കോറിലേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലുവൻസസിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ വരുന്ന ഒന്നാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ എന്താണ്? കോറിലേഷൻ, the two variables are said to be correlated if a change in one variable leads to result in a corresponding change in the other variable, then the two variables are said to be correlated. അതായത് രണ്ട് വേരിയബിൾസ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഇതൊരു രണ്ട് വേരിയബിൾസ് ആണെന്ന് വിചാരിക്കുക. പ്രൈസ് ഒരു വേരിയബിളാണ്, ഡിമാൻഡ് ഒരു വേരിയബിളാണ്. ഇതിൽ ഒന്നിലുണ്ടാകുന്ന മാറ്റം എന്ത് ചെയ്യാം? മറ്റതിനെ എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് എന്ത് കൂടും? ഡിമാൻഡ് കൂടിയിരിക്കും. ഞാൻ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വില കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഇവിടെ പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? ഒരു ബന്ധമുണ്ടല്ലേ, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഒന്നിലുണ്ടാകുന്ന മാറ്റം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു വേരിയബിൾസ് ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ്. രണ്ട് വേരിയബിൾസ് എപ്പോഴാണ് കോറിലേറ്റഡ് ആണെന്ന് പറയാം? if a change in one variable result in a corresponding change in the other variable. ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിൾസിൽ മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾസുകൾ തമ്മിൽ എന്താണ്? കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. Then it measures the strength of association between two variables and also the direction of their relationship. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോറിലേഷൻ മെഷർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ രണ്ട് വേരിയബിൾസിൻ്റെയും ആ റിലേഷൻഷിപ്പ് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ, ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു ബന്ധം കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കോറിലേഷൻ, ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് യൂഷ്വലി റീപ്രസെൻറ്റഡ് യൂസിങ് ദ സിമ്പിൾ R. നമ്മൾ വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് വരാനുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണിത്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് R എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ R. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകം പഠിക്കാനുള്ളത് ദ വാല്യൂ ഓഫ് കോറിലേഷൻ റേഞ്ചസ് ഇൻ ബിറ്റ്വീൻ -1 to +1. അതായത് കോറിലേഷൻ എന്നുള്ളത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് കോറിലേഷൻ്റെ വാല്യൂ എത്രേൻ്റെ ഉള്ളിലാണ് കിട്ടുന്നത്? -1 to +1. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. കോറിലേഷൻ്റെ വാല്യൂ ലൈസ് ഇൻ ബിറ്റ്വീൻ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എത്രയാണ്? -1 to +1 ഇടയിലാണ് കോറിലേഷൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. വാല്യൂ ഓഫ് റേഞ്ചസ് ഫ്രം -1 to +1. ദെൻ അടുത്ത് പഠിക്കാനുള്ളത് 3 പോസിബിൾ റിസൾട്ട് ഓഫ് എ കോറിലേഷൻ സ്റ്റഡി വിൽ ബി പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് ഫൈനലി നോ കോറിലേഷൻ. അപ്പോൾ ഒരു കോറിലേഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഒരു കോറിലേഷൻ സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ ഏതൊക്കെയാണ്? പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ. ഈ 3 രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ്. The correlation is classified as positive and negative correlation.
Second one, linear and non-linear correlation. Then third one, simple, partial and multiple correlation. ഇങ്ങനെ 3 രീതിയിലാണ് കോറിലേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് കോറിലേഷൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ നമുക്കറിയാം കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് വേരിയബിൾസ് തമ്മിലുണ്ടാകുന്ന ബന്ധത്തിനെയാണ് എന്ത് പറയുന്നത്, കോറിലേഷൻ എന്ന് പറയുന്നത്. ഒന്നിലുണ്ടാകുന്ന മാറ്റം മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾസ് തമ്മിലും കോറിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഇനി ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആ ഒരു രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻ്റെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോറിലേഷൻ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇനി എന്താണ് പോസിറ്റീവ് കോറിലേഷൻ? The correlation is said to be positive when the variables move together towards the same direction. അതായത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, ആ രണ്ട് വേരിയബിൾസിൻ്റെ മാറ്റം ഒരേ ദിശയിലാണെങ്കിൽ, ഒന്നുകിൽ മുകളിലോട്ടാകാം അല്ലെങ്കിൽ താഴോട്ടാകാം, എങ്ങനെ ആയാലും രണ്ട് വേരിയബിൾസും എങ്ങനെ ആയിരിക്കണം സഞ്ചരിക്കേണ്ടത്, ഒരേ ദിശയിൽ തന്നെയാണെങ്കിൽ, ഒന്നുകിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ്, ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് വെൻ ദ വേരിയബിൾസ് മൂവ് ടുഗദർ ടുവാർഡ്സ് ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അതിനുള്ള എക്സാമ്പിളോട് പറഞ്ഞിട്ട് എന്താണ്, സേവിങ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം ആൻഡ് വൈസ് വൈസ്. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് അയാളുടെ സേവിങ്സും എന്ത് ചെയ്യും, കൂടും അല്ലേ. അതുപോലെ ഓട്ടോമാറ്റിക്കലി തിരിച്ചും സംഭവിക്കാം. ഇൻകം കുറയുന്ന സമയത്ത് എന്തും കുറയും, സേവിങ്സും കുറയും. അപ്പോൾ അത് രണ്ടും സഞ്ചരിക്കുന്നത് എന്താണ്, ആ രണ്ട് വേരിയബിൾസിൻ്റെയും മാറ്റങ്ങൾ വരുന്നത് സെയിം ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ അത് അത്തരം കോറിലേഷനാണ് ഇത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും നെഗറ്റീവ് കോറിലേഷൻ? ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് വെൻ ദേ മൂവ് ടുവാർഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് വേരിയബിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പ്രൈസും ഡിമാൻഡും രണ്ടും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുക അല്ലേ. പ്രൈസ് കൂടുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും, പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, പ്രൈസ് കുത്തനെ മുകളിലോട്ട് പോകുമ്പം ഡിമാൻഡ് താഴത്തേക്ക് വരികയാണ്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയുന്നതനുസരിച്ച്, താഴോട്ട് വരുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടും ചെയ്യാം. അപ്പോൾ രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ ഒരു രണ്ട് വേരിയബിൾസിൻ്റെയും സഞ്ചാരം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദേ മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ദെൻ യു ക്യാൻ സേ ദാറ്റ് ദ ടു വേരിയബിൾസ് ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷനാണ്. Correlation between two variables is said to be linear when the ratio of change between the two variable is constant. ഇത് പറയുന്നത് ഒരു റേഷ്യോ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. ആ ഒരു നിശ്ചിത പെർസെൻറ്റേജിൽ തന്നെയാണ് രണ്ട് വേരിയബിൾസിന് മാറ്റം വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വേരിയബിൾസിന് നമുക്ക് എന്ത് പറയാം, ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അതിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും, അത് പ്രൈസ് ഒരു 10% നിരക്കിൽ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, 10% ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡിമാൻഡ് ഒരു 15% കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രൈസിൽ എന്ത് മാറ്റില്ല, പെർസെൻറ്റേജിൽ മാറ്റില്ല, പ്രൈസ് ഇങ്ങനെ 10% ഇങ്ങനെ കൂടിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ ഡിമാൻഡ് ഇങ്ങനെ 15% കുറഞ്ഞു വരിക. എങ്ങനെ ആയിരിക്കാം, ഇവിടെ ഡയറക്ഷൻ പ്രശ്നമില്ല, ഡയറക്ഷൻ എങ്ങനെയാവാം, ഓപ്പോസിറ്റ് ആകാം, സെയിം ഡയറക്ഷനൊക്കെ ആവാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ എന്തിനാണ് നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ 10% മാറ്റം വരികയാണെങ്കിൽ ആ 10% ഇങ്ങനെ കയറി പോകുക, അല്ലെങ്കിൽ 10% ഇങ്ങനെ താഴത്തേക്ക് വരിക. ഇവിടെ 15% മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ 15% ഇങ്ങനെ ഇൻക്രീസ് ആയി പോകുക, അല്ലെങ്കിൽ 15% ഇങ്ങനെ ഡിക്രീസ് ആയി പോകും. അപ്പോൾ റേഷ്യോയിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ആ ഒരു ലീനിയർ കോറിലേഷൻ്റെ കേസിൽ നമ്മളൊരു ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലീനിയർ കോറിലേഷൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്ട്രൈറ്റ് ലൈൻ വിൽ ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ലീനിയർ കോറിലേഷനിൽ കിട്ടുന്നത് എന്താണ്? ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? സ്ട്രൈറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഇൻ നോൺ ലീനിയർ കോറിലേഷൻ the amount of change in one variable does not bear a constant ratio of the amount of change in the other. ഇവിടെ എന്തായിരിക്കും? ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഒരു വേരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊന്നിന് വേരിയബിൾസ് ഉണ്ടാകുന്ന ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ഒക്കെ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 10% ആണെങ്കിൽ ഇവിടെ പ്രൈസിൻ്റെത് 10%, 8%, 5%, അങ്ങനെ ഒരു വേരിയേഷനിൽ ഇങ്ങനെ സഞ്ചരിക്കാം. ഡിമാൻഡ് 15% ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ 16, 18, 20 അങ്ങനെ വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദ അതർ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഈ ഒരു നോൺ ലീനിയർ കേസിൽ കിട്ടിയിട്ടുള്ള ഡാറ്റ നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കിട്ടുന്ന ഡാറ്റയുടെ ഷേപ്പ് എന്ന് പറയുന്നത് കർവ് ഷേപ്പായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കോറിലേഷനെ നോൺ ലീനിയർ കോറിലേഷൻ എന്തും കൂടെ വിളിക്കാറുണ്ട്? കർവ് ലീനിയർ കോറിലേഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷനാണ്. സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, അതായത് ഇൻ സിമ്പിൾ കോറിലേഷൻ ദ കാൽക്കുലേഷൻ ഓഫ് ഈസ് ഡൺ ബിറ്റ്വീൻ 2 വേരിയബിൾസ് ഓൺലി. അതായത് നമ്മളൊരു കോറിലേഷൻ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ വെറും 2 വേരിയബിൾസ് മാത്രമേ പഠിക്കാൻ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ്? സിമ്പിൾ കോറിലേഷനാണ്. നമ്മളൊരു കോറിലേഷനെ പ്രൈസും ഡിമാൻഡിനെയും കുറിച്ച് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഡിമാൻഡും പഠിക്കുകയാണ്. അവിടെ പ്രൈസും ഡിമാൻഡും എന്നുള്ള വേരിയബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വേരിയബിൾസിലാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിമ്പിൾ കോറിലേഷൻ ആയിരിക്കും. ഇനി 2ൽ കൂടുതൽ വേരിയബിൾസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണെന്ന് ഫസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.